എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ, എറണാകുളത്താണ് വീട്. ഇത് ഞാൻ എൻ്റെ ഫെല്ലോ കൊളീഗ്സിനും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു മെഡിക്കൽ കേസ് ER അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വിവരം നമ്മുടെ സീനിയറായിട്ടുള്ള കൊളീഗിനെ, ഫോർ എക്സാമ്പിൾ PG ആയിക്കോട്ടെ, കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ ആയിക്കോട്ടെ, അവരിലേക്ക് അതെങ്ങനെ കൺവേ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഉള്ളൊരു ചെറിയൊരു വീഡിയോ. ഞാൻ കുറേ ലൂപ്പ് ഹോൾസ് കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൂ ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, വീട്ടിൽ കിടന്നുറങ്ങുന്ന കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സോ ഒന്നല്ല. ഇമർജൻസി റൂമിൽ ഫസ്റ്റ് കാണുന്ന ഡോക്ടർ ആരാണോ, ഹി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ. കാരണം ആ ഡോക്ടർക്കാണ് പേഷ്യൻറ്റിന് എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്, വന്നപ്പോഴുള്ള കംപ്ലൈൻറ്റ് എന്താണ്, അവരുടെ ടെമ്പറേച്ചർ എത്രയാണ്, പൾസ് എത്രയാണ്, പ്രഷർ എത്രയാണ്, അവരെ തൊട്ടേക്കണത് ആ ഡോക്ടറാണ്. സോ ഹീ നോസ് ബെറ്റർ ദാൻ എനി അതർ കൺസൾട്ടൻറ്റ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ യു ആർ ദ ബെസ്റ്റ് ഡോക്ടർ, ദ ഡോക്ടർ ഹൂ സോ ദ പേഷ്യൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അതൊന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഡോക്ടർമാരും റെട്രോസ്പെക്റ്റീവ്ലി ചിന്തിക്കുന്നത്. അതായത് ഇൻവെസ്റ്റിഗേഷൻസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻസിന് മുൻതൂക്കം കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻസിനുള്ള അബ്നോർമാലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേണാണ് ഇന്ന് കണ്ടുവരുന്നത്. അത് ഒരു നല്ലൊരു പ്രാക്ടീഷണറിൻ്റെ ലക്ഷണമല്ല. നമ്മുടെ കാലത്ത് നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള ഡോക്ടർമാർ പേഷ്യൻറ്റിനെ ജസ്റ്റ് തൊട്ട് നോക്കി അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സകളൊക്കെ ചെയ്തിട്ടിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസ്, ECG, ട്രോപ്പോണിൻ, ബ്ലഡ് ടെസ്റ്റ്, ആൻജിയോഗ്രാം, എക്സ്റേ, ഇതൊക്കെ ഈ റീസെൻ്റ്ലി വന്ന ഇന്നോവേഷൻസാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ അസുഖങ്ങൾ കണ്ടുപിടിച്ചിരുന്നു, ഡോക്ടർമാർ അത് ട്രീറ്റ് ചെയ്തിരുന്നു, പേഷ്യൻ്റ് രക്ഷപ്പെട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ റെട്രോസ്പെക്റ്റീവ്ലി ചിന്തിക്കാതെ നമ്മളൊക്കെ ബേസിക്സിലേക്ക് കുറച്ച് ബാക്കോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എല്ലാം ബേറ്റ്സും ഡയഗ്നോസിസും ഒക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രൂഷ്യൽ തിങ് എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ്, ഹിസ്റ്ററിയാണ് ചീഫ് കംപ്ലൈൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പലപ്പോഴും പല ജൂനിയർ ഡോക്ടേഴ്സും നമ്മൾ വിളിക്കുമ്പോൾ വലിയ വലിയ ഡയഗ്നോസുകളൊക്കെ പറയുമല്ലോ, ECGയും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും. എന്താണ് പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുമ്പോഴായിരിക്കും ഒരു പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് പാറ്റേൺ, ഹൂവർ ഇറ്റ് മേ ബി. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഹിസ്റ്ററി പ്ലേ ദ ക്രൂഷ്യൽ റോൾ ഇൻ ഡയഗ്നോസിങ് എ ഡിസീസ്. അത് പ്ലീസ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. പിന്നെ ഏജ്, സെക്സ്, അവരുടെ അസോസിയേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ്, പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, അലർജീസ് എന്തെങ്കിലും, ഇതൊക്കെ ക്രൂഷ്യൽ റോളാണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ ഡീൽ ചെയ്യുന്നത് കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ കാർഡിയാക് കംപ്ലയിൻസ് ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നാൽ, ഒരു നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് ഒരു ബൈസ്റ്റാൻഡർ എമർജൻസി റൂമിൽ വന്നാൽ അവിടുത്തെ ഡോക്ടർ കാണും, ECG എടുപ്പിക്കും, പെട്ടെന്ന് അവിടെ ഹാർട്ടിൻ്റെ ഡോക്ടർ ആരാണോ അവരെ വിളിക്കും. അങ്ങനെയാണ് സാധാരണ കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നെഞ്ചുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ വേർതിരിച്ചറിയേണ്ടത് ആളുടെ നെഞ്ച് വേദന ടിപ്പിക്കൽ കാർഡിയക് പെയിൻ ആണോ, എട്ടിപ്പിക്കൽ കാർഡിയക് പെയിൻ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എന്താണ് ടിപ്പിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം. ടിപ്പിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതം, MIയുടെ പെയിൻ. അത് എന്താണെന്ന് അത് വന്നവർക്കേ അറിയുള്ളൂ. നമ്മളൊക്കെ ഹാരിസണിലും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്, റേഡിയേറ്റ്സ് ടു ലെഫ്റ്റ് ഷോൾഡർ, ദെൻ റേഡിയേറ്റ് ടു ലെഫ്റ്റ് അമ്പർ ലിംബ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് അനുഭവിച്ചൊരു വ്യക്തിക്ക് ആ പെയിൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതല്ലാതെ വരുന്ന പെയിനുകളുണ്ട്. 99.9% രോഗികളും ഗ്യാസ് ആണെന്നേ പറയുള്ളൂ. നമുക്കറിയാതൊക്കെ. അപ്പം അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഫ്രം കാർഡിയാക് പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ പൊക്കിളിൻ്റെ അവിടെ നിന്ന് മുതൽ ജോ വരെയുള്ള ഏത് പെയിനും കാർഡിയാകായിട്ട് എടുക്കണം. എല്ലാവരുടെയും കേസല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു 15 വയസ്സുള്ള കുട്ടി വന്നിട്ട് ഇങ്ങനെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ്. ഐ മേ നോട്ട് സീ ദ ECG ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അറ്റ് ദ സിംറ്റംസ്. പക്ഷേ ഈ സ്റ്റോറി ഒരു 50 ഇയർ അബവ് പേഷ്യൻ്റ് ആണ് പറയണമെങ്കിൽ ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ നമ്മൾക്ക്
പ്രധാനമായിട്ടും ആ ആ അത് വേർതിരിച്ചറിയാൻ പറ്റണം. ബിഫോർ യു ടേക്ക് ആൻ ECG യു ഷുഡ് നോ വാട്ട് ഈസ് ഡയഗ്നോസിസ്. ആ ECG എടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ആ പെയിൻ ടിപ്പിക്കലാണോ അല്ലയോ എന്നുള്ളത്, വെദർ ഇറ്റ് ഈസ് ആൻജൈന ഓർ നോട്ട്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ECG എടുക്കുന്നത്. അത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇത് പെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡിഗ് ചെയ്യണം. പേഷ്യൻസ് പല ഇറലവൻറ്റ് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കും. അവിടെ പോയ കഥയും ഇവിടെ പോയ കഥയും തലേ ദിവസം കഴിച്ച കഥയും കപ്പ കഴിച്ച കാര്യം ഒക്കെ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കും. പക്ഷേ നിങ്ങൾ അവരെ ടേപ്പർ ചെയ്ത് റിലവൻറ്റ് ഡാറ്റാസ് അവരെ കളക്ട് ചെയ്യണം. ഹൗ, അതായത് എന്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ വേദന വരുന്നത്, വേദന എങ്ങനെയാണ് മാറിയത്, വേദന വന്നപ്പോൾ എത്ര നേരം നിലനിന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ക്ലൂകൾ നമുക്ക് കിട്ടും. ഇത് കാർഡിയാക്കാണോ അല്ലോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചോദിക്കാം അവർക്ക് ഇത് ഷുഗറിൻ്റെ വയസ്സ്, പ്രഷർ, അതായത് ഷുഗർ എന്ന് പറഞ്ഞ അസുഖം നമുക്ക് എത്ര വർഷമായിട്ടുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർ പറയും, കുറേ നമ്പേഴ്സ് പറയും, ഡോക്ടറെ ഞാൻ അന്ന് നോക്കിയപ്പോൾ ഇത്രയായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ അതായിരുന്നു. ആ വാല്യൂസ് എല്ലാം നമുക്ക്, ആ നമ്പേഴ്സ് എല്ലാം നമുക്ക് അറിയേണ്ടത്. ഷുഗർ എന്ന അസുഖത്തിൻ്റെ പ്രായം, പ്രഷർ എന്ന അസുഖത്തിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് പാക്ക് ഇയർ, സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ നമ്പർ ഓഫ് പാക്ക് ഇയേഴ്സ്, ഏജ്, ഇതെല്ലാം ഫാമിലി ഹിസ്റ്ററി ഓഫ് CAD, ഇതെല്ലാം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീനിയറായിട്ടുള്ള ഡോക്ടറിനെ നിങ്ങൾ വിളിച്ച് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, മസ്റ്റ് ആൻഡ് ഷുഡായിട്ട്. അതിന് ശേഷമാണ് നിങ്ങൾ ECG എടുക്കേണ്ടത്. ഇനി ECG എടുത്താൽ തന്നെ നമുക്ക് ECGയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളെല്ലാവരും എന്നെക്കാളും വലിയ എക്സ്പെർട്സാണ്. അപ്പോൾ ECG ഒറ്റ കാര്യം നമുക്ക് അറിയേണ്ടതുള്ളൂ. നമുക്ക് റിതം നോർമലാണോ, പിന്നെ സൈനസ് ആണോ, ഇത് രണ്ടാണെങ്കിൽ തന്നെ നമുക്ക് പകുതി റിലീഫായി. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്റ്റെമി ആണോ നോൺ സ്റ്റെമി ആണോ. ഇഫ് ഇറ്റ് ഇസ് സ്റ്റെമി ദെൻ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു വേസ്റ്റ്. നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് പേഷ്യൻറ്റിനെ കാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇഫ് നോട്ട് ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ ആ ഫ്ലോയിലായിരിക്കണം നമ്മൾ ചിന്തകൾ പോകേണ്ടത്. അല്ലാതെ ഒരു നെഞ്ചുവേദനമായിട്ടൊരു പേഷ്യൻ്റ് വന്നു നേരെ ECG എടുത്തു, നമുക്ക് എന്താണ് ചക്ക ഏതാ മാങ്ങ ഏതാ തേങ്ങ ഏതാന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ സീനിയേഴ്സിനെ ഏത് വിളിക്കരുത്, കാരണം അവർ ഇറിറ്റേറ്റഡാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മളൊരു ECG നമുക്കൊരു സീനിയറായിട്ടുള്ള കൊളീഗിനെ അയക്കുമ്പോൾ എങ്ങനെ അയക്കാം അതും കൂടി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെറിയ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ മറ്റേ ലോങ് ലീഡ് ECG ആണ്. അപ്പോൾ നമുക്കൊരു സിംഗിൾ ഫോട്ടോയിൽ നമുക്ക് ECG അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാനാളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആൾക്കാർ ലോങ് ECGയുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അയച്ചു തരാനാണെങ്കിൽ നമുക്ക് ഈവൻ പേഷ്യൻ്റ് ഹിംസെൽഫ് ക്യാൻ ഡു ദാറ്റ്. വൈ വുഡ് വി ഡു ദാറ്റ്? അപ്പോൾ ECG എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫ് പേപ്പറാണ്. അതിനകത്ത് X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്. അപ്പോൾ ഇത് ചുക്കി കുളിഞ്ഞിരിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് കറങ്ങി നമുക്കിങ്ങനെ ഹൊറിസോണ്ടലി കാണുന്നതിന് പകരം വെർട്ടിക്കലി കാണുക. അപ്പോൾ വെർട്ടിക്കലി അയച്ചു തരുന്ന ഒരു ECG നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടലി ആക്കിയാലാണ് നിങ്ങളുടെ സീനിയറായിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ഡോക്ടറിന് അത് നോക്കാൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്താലും നമുക്ക് ആ റേറ്റും സൈനസ് ഒക്കെ ആണോ എന്നൊക്കെ നോക്കുന്നതിൽ അദ്ദേഹത്തിനും മിസ്റ്റേക്സ് വരാം, അല്ലെങ്കിൽ അയാൾക്കും ബയസ്ഡ് ആയി പോയേക്കാം. അപ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ അറിയണം. യു ആർ ഡോക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കി ഹൊറിസോണ്ടലി ക്യാമറയൊക്കെ സ്റ്റില്ലാക്കി വെച്ച് നമുക്ക് ആ ഗ്രാഫിൻ്റെ ആ പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചുമ്മാ ഒരു ഫോട്ടോ അയക്കാൻ നമുക്ക് JPEG-യോ അല്ലെങ്കിൽ PDF ഫയലായിട്ടോ നമുക്ക് അയക്കാം. അത് പേഷ്യൻ്റ് ഹിംസെൽഫ് ക്യാൻ ഡു. വട്ട് ഈസ് എ നീഡ് ഓഫ് എ ഡോക്ടർ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. അത് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക, കേസ് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഞാനിത് പറയുന്നത് ഇതാണ്, നമ്മളുടെ ആൾക്കാരുടെ ചിന്താഗതികൾ മാറിപ്പോകുന്നു, റെട്രോസ്പെക്റ്റീവ്ലി ഡയഗ്നോസ് ചെയ്യുന്നു, റെട്രോസ്പെക്റ്റീവ്ലി ട്രീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. സോ
I want to ensure that all my colleagues and all my junior doctors are doing well in these aspects. Thank you.